നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിനോടൊപ്പമുള്ള എന്റെ ജീവിതം വെറും സ്വപ്നമായിട്ട് മാത്രം മാറും. അവളെ കൊല്ലണം. പക്ഷെ അവളെ കൊല്ലാൻ വേണ്ടി എന്ത് പദ്ധതികൾ ഒരുക്കിയാലും തിരിച്ചടികൾ മാത്രമാണല്ലോ കിട്ടുന്നത്. അവിടെയാ ഞാൻ തകർന്നു പോകുന്നത്. ഒരു കാര്യം ചെയ്യ് ജാസ്മിൻ, ഇനി പാർവതിയെ കൊല്ലാനുള്ള പ്ലാൻ ഒരുക്കുമ്പോ അതാദ്യം വർക്കൗട്ട് ആവുമോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്യാം. ആന്റിയെ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. എന്താ ആന്റി തയ്യാറാണോ? എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എന്നെ കളിയാക്കാനായിട്ട് ഓരോ ഐഡിയയും കൊണ്ട് വരുന്നത്. ആന്റി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോയേ. പോവാൻ വിശാൽ സർ. പാർവതി. വിശാൽ സർ, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്ത് സന്തോഷ വാർത്ത? അല്ല, ഇതെന്താ ഈ മാജിക് ബോക്സുമായിട്ട്? സർ, ദേ ഈ പെട്ടി തുറക്കാനുള്ള താക്കോല് കിട്ടി. ദേ ഈ കൊലുസിൽ കോർത്തിരിക്കുന്ന താക്കോലുണ്ടില്ലേ, ഇതുകൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റും. സത്യമാണോ നീ പറയുന്നത്? ഞാൻ എന്തിനാ വിശാൽ സാറിനോട് കള്ളം പറയുന്നത്? ഈ ചാവി കൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ അത് എങ്ങനെ മനസ്സിലാക്കി? അതാ ശരി. നീ ഇപ്പൊ എന്താ പറയാമെന്ന്? അതും ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാ. ഈ കീ ഉപയോഗിച്ച് ഈ പെട്ടി തുറക്കാന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതറിയാം. എന്റെ മനസ്സില് അങ്ങനെ ഒരു തോന്നല്. അതിരിക്കട്ടെ, ദേ ഈ കൊലുസ് ആരുടേതാണെന്ന് അറിയോ? നോക്കട്ടെ. അറിയാം. ഇതെന്റെ അമ്മയുടെ. ഞാൻ കാണിച്ചുതരാം. ഈ ഫോട്ടോ കണ്ടില്ലേ? അമ്മ അണിഞ്ഞിരിക്കുന്ന അതേ കൊലുസ് തന്നെ ഇതും. പക്ഷേ ഈ കൊലുസ് എങ്ങനെയാ കാട്ടിലെ പുറ്റിലെത്തി? അതറിയില്ല. ചിലപ്പോ അമ്മയെ കൊന്നതിന് ശേഷം അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ആ ശേഖരൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അവനെ എന്റെ കൈ കിട്ടും. വെച്ചേക്കില്ല ഞാൻ അവനെ. കൊന്നോളയും. എന്തിനാ അയാളെ കൊല്ലുന്നത്? പാർവതി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ പോയിട്ട് പൂജിക്കണം. അല്ല വിശാൽ സർ, അയാളെ കൊന്ന സാറിന് ജയിലിൽ പോയേണ്ടി വരില്ലേ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? സാറ് സമാധാനപ്പെടൂ. എന്നിട്ട് ദാ ഈ പെട്ടി തുറന്നു നോക്ക്. അല്ലെങ്കിൽ വേണ്ട. നാളെ മദേഴ്സ് ഡേ അല്ലേ, അമ്മമാരുടെ ദിവസം. നാളെ ഈ പെട്ടി നമുക്ക് പ്രഭാവതി അമ്മയുടെ കൈ കൊടുക്കാം. എന്നിട്ട് അമ്മയെ കൊണ്ട് ഇത് തുറപ്പിക്കാം. ഇതിലെന്ത് രഹസ്യം ഉള്ളതെന്ന് അപ്പൊ നമുക്കറിയാം. അതെ സർ, അത് തന്നെയാണ് വേണ്ടത്. ഈ പെട്ടി തുറക്കേണ്ടത് അമ്മ തന്നെയാ. ശരി, എന്നാ വിശാൽ സാറിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സർ,
നാളെ പുലരും വരെ ഈ പെട്ടി സാറിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. അല്ല, ബ്രോയും പാർവതിയും വന്നില്ലേ? ഇല്ല, ഞങ്ങളും അവർക്ക് വേണ്ടി തന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വിശേഷം? എന്തിനാ എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞത്? ഇന്ന് മദേഴ്സ് ഡേ, അതിന്റെ ആഘോഷം അവിടെ നടക്കാൻ പോകുന്നേ. എന്തൊക്കെയാ ആഘോഷം? കേക്കുമുറി വല്ലതും ഉണ്ടോ? കേക്ക് മുറിക്കൽ മാത്രമല്ല, ഗംഭീര പാർട്ടിയുണ്ട്. ഈ കുരുടന് എന്തൊക്കെയാ അറിയേണ്ടത്? അല്ല, കേക്കുമുറി ഉണ്ടോ? കേക്ക് മുറിച്ചാലേ മൂപ്പി തന്നെ തൃപ്തിയാവത്തോളാ. ഇവിടെ പൊട്ടൻ ആട്ടം കാണും പോലെ എല്ലാവരും മിഴുങ്ങിയസാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാ ഓരോരോ ചോദ്യങ്ങളും. അങ്കിളെ, മുത്തശ്ശൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അത്രയല്ലേ ഉള്ളൂ. ഓ ശരി, ആയിക്കോട്ടെ. കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശ. അതറിഞ്ഞാ മതി. ബ്രോ എത്തി. വിശാലേ, എന്താ ഇത്? ആ, അതൊക്കെയുണ്ട്. പ്രഭാവതി അമ്മയ്ക്കുള്ള സമ്മാനം അല്ലേ ബ്രോ? ഉം. എങ്കിൽ മദേഴ്സ് ഡേ ആയിട്ട് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്കും എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ വിശാൽ? ഈ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ആ അമ്മയുടെ ഓർമ്മയും നിലനിർത്തണ്ടേ? അമ്മയെ മറന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യൂ സുശീലാന്റി? അമ്മയ്ക്കുള്ള സമ്മാനവും ഉണ്ട്. ആ സമ്മാനവുമായി പാർവതി വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.